ദിവസവും കുട്ടികൾ ഓടിക്കളിക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. അവധി ദിവസം ആയതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. ചെറുപ്പുളശ്ശേരി ടൗണിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 3 മാസം മുമ്പാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ നിർമ്മിച്ചതാവട്ടെ കുന്നിടിച്ചാണ്. മണ്ണെടുത്തതിന്റെ ബാക്കി ഭാഗം ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ കെട്ടിടത്തിൽ പഠനം തുടരുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ തൽക്കാലം മറ്റൊരിടത്ത് ക്ലാസുകൾ നടക്കും. പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും മറ്റ് സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കുട്ടികളുടെ പഠനം വളരെ മുഖ്യമാണെന്നുള്ളതിന് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തി. അപ്പോൾ നാളെ മുതൽക്ക് തന്നെ അവിടെ പിന്നെ ഒരു പഴയ കോളേജിൽ അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 130 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് 35 കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയും പ്രവർത്തിക്കുന്നത്. സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത കെട്ടിടത്തിനാണ് അധികൃതർ അനുമതി നൽകിയത്. സ്കൂളിന് മുകളിലായുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിൽ നിന്നും വെള്ളം ലീക്കാവുന്നുണ്ട്. ഇത് മണ്ണിടിച്ചിലിന് ആക്കം കൂട്ടുന്നു. ഏതു നിമിഷവും ഈ ടാങ്കും നിലം പതിക്കാനാണ് സാധ്യത. ഇത് കണക്കിലെടുത്ത് ഈ കെട്ടിടത്തിൽ കുട്ടികളെ പഠിപ്പിക്കരുതെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.